ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ചെറിയ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിട്ട് വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ നമുക്കിനി വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്യുന്നത് ഞാൻ ഹിമാലയ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മമാഎർത്തിന്റെ ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ ആണ്. സോ ഹിമാലയ ഫേസ് വാഷും മോയ്സ്ചറൈസറും ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. ഒരു ചെറിയ എമൗണ്ട് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഫിംഗേഴ്സിന്റെ ഇടയിൽ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മോയ്സ്ചറൈസർ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവാൻ വേണ്ടി നന്നായിട്ട് നമ്മൾ ഫേസ് മുഴുകി അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്കിലും അപ്ലൈ ചെയ്യണം. എന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഫേസിൽ മാത്രമായിട്ട് ഈ മേക്കപ്പ് കാണിക്കുന്നത് കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മുടെ പ്രൈമർ യൂസ് ചെയ്യാണ്. ഇവിടെ ഞാൻ കളറസെൻസിന്റെ പ്രീ മേക്കപ്പ് ബേസ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പ്രൈമറാണ്. ഓയിൽ ഫ്രീ പ്രൈമറാണ്. ഓൾസോ നമ്മുടെ ഫൈൻ ലൈൻസും പോഴ്സും എല്ലാം അതിന്റെയൊക്കെ അപ്പിയറൻസ് നമ്മുടെ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ അത് എന്താ പറയാ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൈമറാണ് കേട്ടോ. ഇത് 600 rupees ആണ്. ബട്ട് ഇതിപ്പോ എന്റെ 2 years ആയിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും അത്യാവശ്യം ക്വാണ്ടിറ്റി ലെഫ്റ്റ്. സോ നല്ല പ്രൈമറാണ്. നന്നായിട്ട് അത് മുഖം ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രൈമർ അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ എന്റെ ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാണ്. അതിനുവേണ്ടി ബയോട്ടിക്കിന്റെ ബയോ ഫ്രൂട്ട് ലിപ്ബാം എടുത്തിരിക്കുന്നത്. ഇതൊരു ഗ്രീസി ടെക്സ്ചർ ആണ്. നാച്ചുറൽ പിങ്ക് കളറിലാണ് വരുന്നത്. 100% നാച്ചുറൽ ആണ് ബയോട്ടിക്കിന്റെ എല്ലാ പ്രോഡക്ട്സും. 12 ഗ്രാമിന് 125 rupees ഉള്ളൂ, വിച്ച് ഇസ് വെരി അഫോർഡബിൾ. ആൻഡ് ഡ്രൈ ലിപ്സ് അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന ലിപ്സ് ഉള്ളവർക്ക് ഇത് എന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് പോവാണ്. അതിനുവേണ്ടി ഒരു ലോ എൻഡിൽ ഞാൻ SQന്റെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 165 rupees ആണ്. പർപ്പിളിലും പിന്നെ നൈക്ക അതുപോലത്തെ സൈറ്റ്സിൽ നിങ്ങൾക്ക് നല്ല ഓഫിന് ഇത് കിട്ടും. ഇതിന്നും ഓഫിന് കിട്ടും ആക്ച്വലി. ഇതൊരു ഡെയിലി വെയർ ഫൗണ്ടേഷൻ ആണ്. ഒരിക്കലും എന്താ പറയാ ഒരു ഹൈ കവറേജ് എന്ന് പറയാനില്ല, ബട്ട് മോഡറേറ്റ് കവറേജ് ആണ്. വിറ്റമിൻ ഇ എൻറിച്ച്ഡും ആണ്. നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആവും. നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആൻഡ് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഫേസിലും നെക്കിലും ഇടണം കേട്ടോ. ഫേസിൽ ഫുള്ള് നന്നായിട്ട് ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കാണ്. അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഈവൻ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്താലും മതി. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവും ഈ ഫൗണ്ടേഷൻ. ബട്ട് ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. സോ കളർ ബാറിന്റെ ബ്യൂട്ടി ബ്ലെൻഡർ ആണിത്. ഇതും നല്ല അഫോർഡബിൾ ആണ്. 200-300 റേഞ്ചിനകത്തേ ഉള്ളൂ. സോ ഈ ബ്യൂട്ടി ബ്ലെൻഡർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് സ്കിന്നിലേക്ക് ഈ ഫൗണ്ടേഷനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ ഓൾമോസ്റ്റ് നമ്മുടെ ഫൗണ്ടേഷൻ എല്ലാം ബ്ലെൻഡ് ആയതിനു ശേഷം നമുക്ക് കണ്ണെഴുതാൻ പോകാം. സോ ഇവിടെ ഞാൻ ലാക്മേയുടെ ഐക്കോണിക് സ്കെച്ച് ഐലൈനർ ആണ് യൂസ് ചെയ്യുന്നത്.
എനിക്ക് ഈ ലിക്വിഡ് ഐലൈനർ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇതാണ്. പിന്നെ ക്യാമറ നോക്കി വരയ്ക്കാൻ ലിക്വിഡ് ഐലൈനർ വെച്ചിട്ട് എനിക്ക് നല്ല പാടാണ്. അതുകൊണ്ടാണ് ഞാൻ സ്കെച്ച് ഐലൈനർ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കെച്ച് ഐലൈനേഴ്സ് ഇത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു വാട്ടർ പ്രൂഫ് ആണ്. പെട്ടെന്ന് ഇങ്ങനെ എല്ലായിടത്തും സ്മഡ്ജ് ആവത്തില്ല ഇത്. അപ്പോൾ മറ്റേ ലിക്വിഡ് ഐലൈനർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കണ്ണിന് ചുറ്റും അത് ഫുള്ളാക്കും. കാരണം അടങ്ങി കണ്ണടച്ചിരിക്കില്ല. അപ്പം കണ്ണ് തുറക്കുമ്പോൾ അത് ഫുൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡ് ആവും. സോ 2 കണ്ണിലും ഞാൻ ഇട്ട് കൊടുക്കാണ്. ഐസിനകത്ത് ഞാൻ മേബിലിന്റെ കൊലോസൽ കാജൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വി ആർ ഡൺ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഷുഗറിന്റെ സ്മച്ച് മീ നോട്ട് റേഞ്ച് എന്നുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് സ്കാർലെറ്റ് സ്കാർലെറ്റ് ആണ്. ഒരു ബ്രൈറ്റ് റെഡ് കളറാണ്. ആൻഡ് ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ ഓൺലി പ്രോബ്ലം ഭയങ്കര ഡ്രൈയിങ് ലിപ്സ്റ്റിക് ആണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് എല്ലാം ഡ്രൈയിങ് ആണ്. സോ മേക്ക് ഷുവർ നിങ്ങളൊരു നല്ല ലെയർ ഓഫ് ലിപ് ബാം അടിയിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ ഡ്രൈ ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ അനക്കാൻ പോലും പറ്റത്തില്ല. നല്ല ഡ്രൈയിങ് ആണ്. സോ ഒരൊറ്റ സ്ട്രോക്ക് മതി. ആ കളറും ഭയങ്കര ബ്രൈറ്റ് ആണ്. സോ ഒരൊറ്റ സ്ട്രോക്ക് മാത്രം ഇട്ടാൽ മതി. സോ നമ്മുടെ മേക്കപ്പ് ലുക്ക് എല്ലാം തന്നെ കഴിഞ്ഞു. നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടു ആൻഡ് വി ആർ ഡൺ. ഇതാണ് എന്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. ഹോപ്പ് യു ആൾ ലൈക്ക് മൈ വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്സ് പ്ലീസ് കമന്റ് ബോക്സിൽ പറയുക. Until then, bye bye.